ഇന്നേ ഞാൻ ഈ മണിമുല്ല പൂത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണേ. നേരത്തെ ഞാൻ മണിമുല്ല ഈ താര് വന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഇതിനിടയ്ക്ക് നല്ലൊരു ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഭയങ്കര വെയിലോ ഭയങ്കര മഴയോ ഒക്കെ ആയിട്ട് അത് കൊഴിഞ്ഞു പോയാൽ അറ്റ്ലീസ്റ്റ് താരെങ്കിലും വന്നല്ലോ എൻ്റെ മണിമുല്ലയിൽ. പൂക്കുന്നോ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് ഭയങ്കര ഈ മണിമുല്ല സീസണലാണ്. അതുമാത്രമല്ല ഈ ഒരു ക്ലൈമറ്റ് മാത്രമേ പൂക്കുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് എനിക്ക് ഇത്രയും പടർന്ന് കിടക്കുന്ന ഒരു താരി പോലും വരാത്തതുകൊണ്ട് എനിക്ക് ആ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ദേ കണ്ടോ, എൻ്റെ മണിമുല്ലയും പൂത്തു. അങ്ങനെ നിറയെ പൂക്കളുമായിട്ട് നമ്മുടെ മണിമുല്ല ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വേണ്ടേ, ഇത് കണ്ടോ, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പടർന്ന് കിടന്ന് ഇവിടെയും ഇങ്ങനെ മണിമുല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല രസമുള്ള കാഴ്ചയാണ്. നിറയെ മൊട്ടുകൾ നിൽപ്പുണ്ട്. അങ്ങറ്റ ഇങ്ങറ്റ എല്ലാം നിറയെ മൊട്ടുകൾ അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എന്നുവെച്ചാൽ ഒരു സ്റ്റെയറാണേ. ഈ സ്റ്റെയറിൽ ഞാനിങ്ങനെ എന്നുവെച്ചാൽ ഇത് സോളാറിലേക്ക് കയറിപ്പോണ ഒരു സ്റ്റെയറാണ്. ഈ സർവീസിനൊക്കെ കയറാനായിട്ട് അത് മുഴുവൻ ഇങ്ങനെ മണിമുല്ല പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോരോ തട്ടുകളിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് മണിമുല്ല പൂത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. എന്ത് രസമുള്ള കാഴ്ചയാണെന്നോ ഈ മണിമുല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ മണിമുല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ നടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും നടുമ്പോൾ മൊത്തത്തിൽ ഇവിടെ ഈ നമ്മുടെ മണ്ണ് എന്ന് പറയണത് നമ്മൾ ഒരു ചട്ടിയിൽ നിന്ന് പച്ചക്കറിക്കും എല്ലാത്തിനും എടുക്കുന്നതുകൊണ്ട് എപ്പോഴും വളം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പച്ചക്കറിയുടെ ഒരു സീസൺ കഴിയുമ്പോഴേക്കും ആ മണ്ണ് തട്ടിക്കൂട്ടി അതെല്ലാം ഇടും. അതുമാത്രമല്ല, ചിലപ്പോൾ ഈ മീനെ കിടക്കുന്ന വെള്ളം മാറ്റുമ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ മൂട്ടിലോട്ടായിരിക്കും ഒഴിക്കുന്നത്. അങ്ങനെയൊക്കെ അല്ലാണ്ട് ഭീകരമായിട്ടുള്ള വളങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കാറ് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. പക്ഷേ നല്ല നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പൂത്ത് തുടങ്ങി. ഇവിടെ എല്ലാം പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പുറമെല്ലാം പൂക്കാനായിട്ട് ഇങ്ങനെ താരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം താരി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. താരി മീൻസ് ഈ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ, ഭയങ്കര നല്ല എവിഡൻ്റായിട്ട് ഫോംഡായ മുട്ടുകളല്ല. മുട്ടിൻ്റെ ഷേപ്പൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്കെൽറ്റൽ രൂപം മാത്രമായിട്ട് നിൽപ്പുണ്ട് അപ്പുറത്ത്. അപ്പോൾ അങ്ങനെ നല്ലൊരു മണിമുല്ല കാഴ്ചയാണ് എനിക്കിന്നിപ്പോൾ കാണിച്ചു തരാനുള്ളത്. നല്ല കുറച്ച് മണിമുല്ല കാഴ്ചകൾ.